നമുക്കൊപ്പം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഹൈക്കോടതിയിൽ സർക്കാർ ദേവസ്വം ബോർഡ് നൽകിയ ഉറപ്പ് ഒരു ചില്ലിക്കാശ് ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ ഭക്തർ നൽകുന്ന പണത്തിൽ നിന്ന് ചെലവാക്കില്ല ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്നാണ്. ചെലവാക്കിയതിന്റെ കണക്കുകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. സർക്കാർ ക്ഷണിച്ച, ദേവസ്വം ബോർഡ് ക്ഷണിച്ച പ്രതിനിധികൾക്ക് റിസോർട്ടുകളിലാണ് താമസം, അതായത് പഞ്ചനക്ഷത്ര റിസോർട്ടുകളിലാണ് താമസം. താജ് പോലെയുള്ള ഹോട്ടലുകളിലാണ് ഇവരെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെയൊക്കെ പണം എവിടെ നിന്നാണ്? ഭക്തർ നൽകിയ പണമാണ്, സർക്കാരിൽ നിന്ന് നൽകിയ പണമല്ല. ഭക്തർ ശബരിമലയിലേക്ക്, സന്നിധാനത്തേക്ക് അവർ വഴിപാടായി കൊടുക്കുന്ന പണം ഉപയോഗിച്ചാണ് ഈ ധൂർത്തും ഈ ആർഭാടവും. യഥാർത്ഥത്തിന്റെ ഇവിടെ ആഗോള സംഘവുമല്ല, ആഘോഷ സംഘവുമായിട്ട് മാറി എന്നുള്ളതാണ് ജനങ്ങളുടെ എല്ലാവരുടെയും പരാതി. അതല്ലാതെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമായി നടത്തിയിരുന്നെങ്കിൽ കുറേ വിമർശനങ്ങൾ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. അതേസമയം വളരെ ആഘോഷമായിട്ട് ഇക്കാര്യങ്ങൾ നടത്തിയെന്നും അതിനുള്ള അധിക ചെലവുകളെ കുറിച്ചെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ശബരിമലയിലെ തുക തന്നെയാണ് ഇതിന് വിനിയോഗിച്ചത് എന്നുള്ള സത്യവും പുറത്തു വരുന്നു. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ നിബന്ധനകൾ ലംഘിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ നിബന്ധനകൾക്ക് വിധേയമായി നടത്തിക്കൊള്ളാം എന്ന് അഫിഡവിറ്റ് കൊടുത്ത ഗവൺമെന്റ് ആ നിബന്ധനകളിൽ നിന്ന് തലകുത്തനെ മറിഞ്ഞു പോയതിലുള്ള വിഷമാണ് അയ്യപ്പ ഭക്തന്മാർക്ക് എല്ലാവർക്കും ഉള്ളത് എന്നാണ് എന്റെ വിലയിരുത്തൽ. ഇതിപ്പോ നമ്മൾ ചോദിക്കുമ്പം ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ പറയുന്നത് 45 ദിവസത്തിനുള്ളിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും, അപ്പോഴേക്ക് സ്പോൺസറുടെ ഫണ്ടൊക്കെ വന്ന് ഞങ്ങൾ അത് ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് എത്തിച്ച എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നാണ്. അല്ല, സ്പോൺസറുടെ ഫണ്ട് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഊരാളുങ്കലിനാണ്. സ്പോൺസറിന്റെ ഫണ്ട് വന്നിട്ട് ഊരാളുങ്കലിന് പൈസ കൊടുത്താൽ പോരെ? മാത്രമല്ല, 45 ദിവസം വരെ പോകേണ്ട കാര്യമില്ല. അക്കൗണ്ട് ക്ലോസ് ചെയ്താൽ അപ്പോഴേ ഹൈക്കോടതിയിൽ അതിന്റെ കണക്ക് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഹൈക്കോടതികളിലെ തന്നെ ശബരിമലയുടെ ഒരു പ്രത്യേക ബെഞ്ച് തന്നെയുണ്ട്, അതിന്റെ ചാർജുള്ള ജഡ്ജിയുണ്ട്. അവിടെ ഈ കണക്ക് കൊടുക്കാനായിട്ട് ഒരു പ്രശ്നവുമില്ല. എപ്പോ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നോ അപ്പൊ തന്നെ കണക്ക് കൊടുക്കാം. അതിനിപ്പോ 30 ദിവസം, 40 ദിവസം, 50 ദിവസം പറഞ്ഞ് അവധി പറഞ്ഞു പോകേണ്ട കാര്യമേ ഇല്ല. ഇതെല്ലാം സുതാര്യമായി നടക്കേണ്ടതല്ലേ? എല്ലാം ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അല്ലേ? എന്തിനാണ് അതിന്റെ കണക്കിനകത്തൊക്കെ ഇത്രയും അനാവശ്യമായ ഡിലേ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഒരു കാര്യം കൂടി ശ്രീ തിരുവഞ്ചൂർ, ഇപ്പം നമുക്കറിയാം, താങ്കൾക്കും അറിയുന്നുണ്ടാകും, അവിടേക്ക് പോകുന്ന ഭക്തർ എങ്ങനെയാണ്, എത്രത്തോളം വിശ്വാസത്തോടു കൂടിയാണ് സന്നിധാനത്തേക്ക് 18-ാം പടിയൊക്കെ കയറുന്നതെന്ന്. പലപ്പോഴും മണിക്കൂറുകൾ അവർ കാത്തു നിൽക്കുകയാണ്. പലപ്പോഴും അവർക്ക് വിരിവെക്കാനുള്ള പരിമിതികൾ പോലും നമ്മൾ കാണാറുണ്ട്. അവിടെയാണ് ഈ പ്രതിനിധികൾക്ക് ഹോട്ടലിൽ മുറിയെടുത്ത് കൊടുക്കണം, കാരണം പ്രത്യേക ക്ഷണിതാക്കളായി വിളിക്കുന്നതാണല്ലോ. പക്ഷേ കോട്ടയത്ത് ഹോട്ടലുകളിലെ, പത്തനംതിട്ടയിൽ ഹോട്ടലുകളിലെ, എന്തിനാണ് ഈ കുമരകത്തെ ഈ പഞ്ചനക്ഷത്ര റിസോർട്ടുകൾ? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് ഇവിടെ തർക്കം. ഗവൺമെന്റുമായിട്ടുള്ള കാഴ്ചപ്പാടിലെ തർക്കം അവിടെ തന്നെയാണ്. ഇങ്ങനെയുള്ള വിദൂരമായ സ്ഥലങ്ങളിലെ റിസോർട്ടുകളിൽ താമസിച്ച് ഇതൊരു വിനോദസഞ്ചാരമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഒരു പിലിഗ്രീം ടൂറിസം എന്നുള്ള മട്ടിലാണ് ഇവരിതിനെ കാണുന്നത്. ശബരിമല ഒരു ടൂറിസ്റ്റ് സെന്റർ അല്ലല്ലോ. ഒരു പിലിഗ്രീം ടൂറിസം എന്ന് പറയുന്ന ഫ്രൈസിയോളജി തന്നെ ശരിയല്ലല്ലോ. അത് തെറ്റായ കാഴ്ചപ്പാടല്ലേ? ആ തെറ്റായ കാഴ്ചപ്പാടിന്റെ പുറത്ത് ഉണ്ടാക്കിയിട്ടുള്ള അധിക ചെലവുകളെ കുറിച്ചാണ് ഇപ്പൊ എന്നോട് ചോദിച്ചത്. അതൊരിക്കലും പൊറുക്കാൻ കഴിയുന്ന കാര്യവും ഇല്ല.